പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ചില പ്രാർത്ഥനയെക്കുറിച്ച് നമുക്കിവിടെ നോക്കാം. ആത്മനൊമ്പരത്തിൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ പ്രെയർ ഇൻ ആഗിനി എന്ന് വെച്ചാൽ ഏറ്റവും ഉയർന്ന ലെവലുള്ള പ്രാർത്ഥനയാണ് ഇത് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഇത് പ്രാർത്ഥിച്ചത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന നാം കാണുന്നത് ക്രൂശീകരണത്തിന് മുമ്പ് യോഹന്നാൻ 17-ാം അധ്യായത്തിൽ കാണുന്ന യേശുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയായി വിശേഷിപ്പിക്കുന്ന പ്രാർത്ഥനയായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് നൊമ്പരത്തോടുള്ള പ്രാർത്ഥനയാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശുവിൻ്റെ ഗതസമയനുള്ള പ്രാർത്ഥന എന്നിവ ഈ പ്രാർത്ഥനയ്ക്ക് ഉദാഹരണങ്ങളാണ്. യേശുവിൻ്റെ ഗതസമയനയിലെ പ്രാർത്ഥന ലൂക്കോസ് 22:41-44, മർക്കോസ് 14:34-40, മത്തായി 26:37-44 നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് കർത്താവ് പ്രാർത്ഥിച്ചത്? കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ പ്രാണവേദനയിലായു നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. അതായത് യേശു ശിഷ്യന്മാരെ വിട്ട് ഒരു കല്ലേറ് ദൂരം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് കണങ്ങൾ നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയി. എബ്രായർ 5:7 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശുവിൻ്റെ നൊമ്പരത്തിൻ്റെ പ്രാർത്ഥന ആഗ്നിയെക്കുറിച്ച് പ്രാർത്ഥനയെ പറ്റിയാണ് നമുക്ക് അതിലും കാണാൻ കഴിയുന്നുണ്ട്. അത് സകല മനുഷ്യവർഗത്തിൻ്റെയും പാപഭാരത്തെ തൻ്റെ പ്രാണനിൽ വഹിച്ചുകൊണ്ടുള്ളൊരു പ്രാർത്ഥനയായിരുന്നു അന്ന് കർത്താവ് പ്രാർത്ഥിച്ചത്. ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പ് ചില മണിക്കൂറുകൾക്ക് മുന്നേ ഉള്ള പ്രാർത്ഥനയായിരുന്നു ഇത് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭൂസ്വർഗപാദങ്ങളെ നിശ്ചലമാക്കിയ പ്രാർത്ഥനയായിരുന്നു. ഭൂതസേനകൾ അപ്പോൾ യേശുവിൻ്റെ പാദസേവകരായി എത്തി. ഇപ്രകാരമുള്ള പ്രാർത്ഥന മറ്റാരും ചെയ്തിട്ടുണ്ടോ എന്ന് നിശ്ചയമില്ല. എന്നാൽ പ്രാർത്ഥനയുടെ ഉന്നത തലമാണിത്. ഇതുപോലെ പ്രാർത്ഥിച്ചതായിട്ട് ബൈബിൾ എങ്ങും നമുക്ക് കാണാൻ കഴിയുന്നില്ല. കർത്താവ് പ്രാർത്ഥിച്ചത് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിലും പ്രാർത്ഥിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് വരെയും പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയുടെ ആ ശക്തി കൊണ്ട് വിയർപ്പ് തുള്ളിക്ക് രക്തമായി തീർന്നതായിട്ട് നമുക്ക് ബൈബിളിൽ എങ്ങും നമുക്ക് കാണാൻ സാധ്യമല്ല. കർത്താവ് മാത്രമാണ് അങ്ങനെ പ്രാർത്ഥിച്ചത്. നമ്മുടെ മുഴു ലോകത്തിൻ്റെയും പാപത്തെ ഏറ്റിക്കൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.